ദുരിത കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ആശുപത്രിയിലും എല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈയിൽ നിന്നും ആരും ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു ചിലർ. മുണ്ടക്കൈ ഭാഗത്ത് നിന്നുള്ള ചിലർ ചാലിയാറിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. ആരൊക്കെയുണ്ട്, ആരൊക്കെ പോയി എന്നൊന്നും യാതൊരു വിവരവുമില്ല എന്ന് പറയുകയാണ് പ്രദേശവാസികളിൽ ഒരാൾ. ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് 10 മൃതദേഹത്തോളമാണ്. മുണ്ടക്കൈ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. രാത്രി 1 മണിക്ക് ശേഷമായിരുന്നു ദുരന്തമുണ്ടായത്. ഉറക്കത്തിലാണ് വെള്ളം കുത്തിയൊലിച്ച് എത്തിയത്. 100-ലേറെ പേർ ഇപ്പോഴും മണ്ണിലടിയിലുണ്ട് എന്നാണ് സൂചന. രക്ഷാപ്രവർത്തനത്തിന് ഏഴിമലയിൽ നിന്ന് നാവികസേനയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. രക്ഷാദൌത്യം സജീവമാകുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് മഴ വലിയ തടസ്സമാകുന്നുണ്ട്. മരിച്ച 10 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. 5 ഇടങ്ങളിലായിട്ടാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മേപ്പാടി ഹെൽത്ത് സെന്ററിൽ 32 പേര്, വിംസിൽ 7 പേര്, വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഒരാൾ, നിലമ്പൂർ ആശുപത്രിയിൽ 8 പേര്, മലപ്പുറം ചുങ്കത്തറ ആശുപത്രിയിൽ ഒരാൾ എന്നിവിടങ്ങളിലാണ് മൃതദേഹങ്ങൾ ഉള്ളത്.